ശ്രീകുട്ടി കൊടും ക്രിമിനലായ അജ്മലിനെ സുഹൃത്താക്കിയതിന് പിന്നിൽ എന്താണ്? കോടതിയിൽ കാത്തുനിന്ന ആ 10 പേർ ആരൊക്കെ? കേട്ടുകേൾവിയില്ലാത്ത തരം ക്രൂരവും നീചവുമായ പ്രവർത്തികളാണെന്ന് നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും രാസലഹരിയും തീർക്കുന്ന വിഷലിപ്ത അന്തരീക്ഷത്തിൽ മനുഷ്യൻ അധമ പ്രവർത്തികൾ ചെയ്ത നരാധമന്മാർ എന്ന നിലയിലേക്ക് എത്തുന്ന സ്ഥിതി. അത്തരത്തിലൊരു നരാധമ പ്രവൃത്തിയുടെ ഞെട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മുടെ നാട്. റോഡുകളിൽ അരങ്ങേറുന്ന നരഹത്യയുടെ അവിശ്വസനീയമായൊരു ഏടിനാണ് തിരുവോണ നാളിൽ വൈകിട്ട് 5:47 കൊല്ലം ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ആനൂർക്കാവ് ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചത്. 2 വീട്ടമ്മമാർ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി സ്കൂട്ടറിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാലന്റെ രൂപത്തിൽ പാഞ്ഞെത്തിയ കാർ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. സാധാരണയുള്ള ഒരു അപകടമായി ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഇത്. എന്നാൽ പിന്നീട് സംഭവിച്ചതാണ് ആരെയും നടുക്കുന്ന കൊടും ക്രൂരതയായി മാറിയത്. സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച കാറിനെ ഓടിക്കൂടിയ നാട്ടുകാർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും കാറ് മുന്നോട്ടെടുക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ റോഡിൽ കിടന്ന സ്ത്രീയുടെ ദേഹത്ത് തട്ടി നിന്നതിനാൽ കാറ് മുന്നോട്ട് നീങ്ങിയില്ല. ഓടിക്കൂടിയവരുടെ ബഹളം അവഗണിച്ച് കാറ് 2 വട്ടം പിന്നോട്ടെടുത്തു. വണ്ടി എടുക്കല്ലേ എന്ന് നാട്ടുകാർ വിളിച്ചു കൂവിയെങ്കിലും അതിവേഗം മുന്നോട്ടെടുത്ത കാറിന്റെ പിൻ ചക്രങ്ങൾ കുഞ്ഞുമോൾ എന്ന വീട്ടമ്മയുടെ ദേഹത്ത് കൂടി കയറ്റിയിറക്കിയതായി. റോഡിൽ കിടക്കുന്ന ഏതോ പാഴ് വസ്തുവിന് മുകളിലൂടെ ഓടിച്ചു പോകുന്ന ലാഘവത്തോടെ കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി അതിവേഗത്തിൽ ഓടിച്ചു പോയ കാറിനെ നാട്ടുകാർ 7 കിലോമീറ്ററോളം പിന്തുടർന്ന കരുനാഗപ്പള്ളി കോടതിക്ക് സമീപം വെച്ച് തടഞ്ഞുവെങ്കിലും കാർ ഓടിച്ചയാൾ കാർ ഉപേക്ഷിച്ച് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ കാറിലുണ്ടായിരുന്ന യുവതി ഇതിനിടെ അടുത്ത വീട്ടിൽ ഓടിക്കയറുകയുമുണ്ടായി. പാഞ്ഞെത്തിയ നാട്ടുകാർ യുവതിയെ പിടികൂടി പോലീസിന് കൈമാറി. വാരിയെല്ലുകൾ നുറുങ്ങി ശ്വാസകോശം തകർന്നാണ് കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ലഹരിയിലൂടെ രൂപപ്പെടുന്ന വഴിവിട്ട ബന്ധങ്ങൾ പലപ്പോഴും കൊടും കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നതിന്റെ നേർചിത്രമാണ് തിരുവോണനാളിൽ മൈനാഗപ്പള്ളിയിൽ ഉണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം ജൂനിയർ ഡോക്ടറായ ശ്രീകുട്ടി ക്രിമിനൽ കേസുകളടക്കം 8ഓളം കേസുകളിലെ പ്രതിയായ അജ്മലുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നു. വടക്കൻ മൈനാഗപ്പള്ളി പള്ളിക്ക് സമീപത്തു നിന്നും ചന്ദനമരം മുറിച്ചു കടത്തിയതിനും കാറ് വാടകയ്ക്കെടുത്ത ശേഷം തിരികെ നൽകാത്തതിനും അടക്കമുള്ള കേസുകളാണ് അജ്മലിനെതിരെ നിലവിലുള്ളത്. ആശുപത്രിയിലെത്തി ശ്രീകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ശ്രീകുട്ടിയുമൊത്ത് മദ്യപാനമടക്കം ലഹരി ഉപയോഗത്തിൽ ഏർപ്പെടുമായിരുന്നു. അപകടം നടന്ന ദിവസം ഇരുവരും മൈനാഗപ്പള്ളിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തി ഓണസദ്യ കഴിച്ച ശേഷം സമീപത്തെ ക്ഷേത്ര മൈതാനത്ത് കാർ ഒതുക്കിയിട്ട് മദ്യപിച്ചു. തുടർന്ന് കരുനാഗപ്പള്ളിയിൽ ശ്രീകുട്ടിയെ എത്തിക്കാനായുള്ള ഓട്ടത്തിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഡോക്ടർ ശ്രീകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടാതിരിക്കാനും നാട്ടുകാരുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കാർ നിർത്താതെ കുഞ്ഞുമോളുടെ ദേഹത്തുകൂടി കയറ്റിയിറക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്. തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നെത്തിയ ശ്രീകുട്ടി 1 വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ചുമതലയേറ്റത്. അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിലായിരുന്നു താമസം. ഇതിനിടെ ആശുപത്രിയിൽ വെച്ച് പരിചയത്തിലായ അജ്മലും മറ്റു സുഹൃത്തുക്കളുമൊത്ത് വാടക വീട്ടിൽ മദ്യസൽക്കാരവും മറ്റ് ലഹരി ഉപയോഗവും പതിവാക്കുകയായിരുന്നു. സൗഹൃദ ബന്ധം മുതലാക്കി ശ്രീകുട്ടിയിൽ നിന്ന് ലക്ഷങ്ങളുടെ പണവും സ്വർണവും അടക്കം അജ്മൽ കൈക്കലാക്കിയതായി ശ്രീകുട്ടി പോലീസിൽ മൊഴി നൽകുകയുമുണ്ടായി. മനഃപൂർവ്വമുള്ള നരഹത്യയടക്കം അജ്മലിനെതിരെയും പ്രേരണാക്കുറ്റത്തിന് ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയും കേസുമെടുത്തിട്ടുണ്ട്. അജ്മൽ കൊല്ലം ജില്ലാ ജയിലിലും ഡോക്ടർ ശ്രീകുട്ടി തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലും റിമാൻഡിലുമാണ്. പ്രതികളെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്റെ ഭാഗമായി ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കാനെത്തിയപ്പോൾ അജ്മലിന്റെ സഹായികളായ 10 അംഗ സംഘം അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ ലഹരി മാഫിയയിലെ കണ്ണികളാണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈദ്യപരിശോധനയ്ക്കായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയപ്പോഴേക്കും ഈ സംഘം പോലീസ് വാഹന വ്യൂഹത്തെ പിന്തുടരുകയായിരുന്നു. അപകടം നടന്ന ആനൂർക്കാവിൽ പ്രതികളെ തെളിവെടുപ്പിനായി എത്തിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തെളിവെടുപ്പ് ഒഴിവാക്കുകയുമായിരുന്നു. പ്രതികൾക്കെതിരെ നാട്ടുകാരിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നതിന് പുറമെ മാഫിയ സംഘത്തിലെ അംഗങ്ങളും അവിടെ നിലയുറപ്പിച്ചിരുന്നു. പ്രതികൾക്ക് നേരെ നാട്ടുകാരിൽ നിന്ന് എതിർപ്പോ കയ്യേറ്റ ശ്രമമോ ഉണ്ടായാൽ അതിൽ നിന്ന് പ്രതികളെ സംരക്ഷിക്കാനായിരുന്നു ഇവരുടെ സാന്നിധ്യം. നാട്ടുകാരും മാഫിയ സംഘവുമായുള്ള കയ്യാങ്കളിയിൽ എത്തുമെന്ന സൂചനയെ തുടർന്നാണ് അവസാന നിമിഷം ആനൂർക്കാവിലെ തെളിവെടുപ്പിൽ നിന്ന് പോലീസ് പിന്മാറിയത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അജ്മലിനെ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചത് ഈ സംഘമാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ലഹരി മാഫിയയിലെ കണ്ണിയായ അജ്മലിന് സിന്തറ്റിക് ലഹരി എത്തിച്ചിരുന്നതും ഈ സംഘമാണെന്നാണ് കരുതുന്നത്. പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതായുള്ള തെളിവുകൾ ലഭിച്ചതും 10 അംഗ സംഘത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് പ്രേരകമായിട്ടുണ്ട്.
അജ്മലും ശ്രീകുട്ടിയും തമ്മിൽ ഏറെ നാളായി പരിചയത്തിലാണെന്നതിന് പുറമെ ഇവർ ഒരുമിച്ച് താമസിക്കുകയും പലയിടങ്ങളിലും സഞ്ചരിക്കുകയും ചെയ്യുന്നതിന് തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് താമസിച്ച ഹോട്ടൽ മുറിയിൽ നിന്ന് മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചുകളും കണ്ടെത്തിയിട്ടുണ്ട്. സമാനതകൾ ഇല്ലാത്തതും മാപ്പ് അർഹിക്കാത്തതുമായ കൊടും ക്രൂരതയിൽ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥയാണ്. അപകടത്തിൽപ്പെട്ട് വീണ് കിടക്കുന്നയാളിന്റെ നെഞ്ചിലൂടെ വാഹനം കയറ്റിയിറക്കാൻ തോന്നുന്ന ക്രൂരതയും കാട്ടാളത്തവും ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടിയും മുൻകരുതലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാം.